കേരളത്തിൽ ഇ-വികൾക്ക് വില കൂടും. കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഇ-വികൾക്ക് വില കുറയും. കാരണം ബാറ്ററികൾക്ക് അതുപോലുള്ള മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വില കുറയാൻ സാധ്യതയുണ്ട്. ടാക്സ് അതുപോലുള്ള പല കാര്യങ്ങളിലും ഇളവ് നൽകി. അപ്പോൾ ഒരു സാധാരണക്കാരൻ വിചാരിച്ചത് 2 വർഷം കഴിഞ്ഞിട്ടെങ്കിലും എനിക്കൊരു ഇ-വി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ 2025 കേരള സംസ്ഥാന ബഡ്ജറ്റ് വന്നപ്പോൾ ഇ-വികളുടെ ടാക്സിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. 5% ടാക്സ് ഉള്ള ഒരു ഇ-വി, കാരണം പെട്രോൾ വാഹനത്തിൻ്റെ അതേ വേർഷനുള്ള ഇ-വി ആണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ വാഹനമാണ് പെട്രോളെങ്കിൽ 15 ലക്ഷം ആയിരിക്കും ആ വാഹനത്തിന് ഇ-വിക്ക് വരുന്ന വില. പൊതുവേ ഇ-വികൾക്ക് വില കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ 15 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് നിലവിൽ 5% കൊടുത്തിരുന്ന ടാക്സ് ഇനി മുതൽ 8% ഉയർന്നു. അതായത് 5%, 15 ലക്ഷത്തിൻ്റെ വാഹനം 75,000 കൊടുത്തതെങ്കിൽ ഏകദേശം 1,20,000 ഉയർന്നു. അതുപോലെ 20 ലക്ഷം രൂപ വിലയുള്ള ഇ-വികൾക്കാണെങ്കിൽ അത് 10% ഉയർന്നു. അതായത് 2 ലക്ഷം രൂപ ടാക്സ് ഇനി നൽകണം. അങ്ങനെ 1 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് പെട്ടെന്ന് വന്നിരിക്കുന്നത്. വലിയ വലിയ വില കൂടിയ വാഹനങ്ങൾക്ക് വന്നിരിക്കുന്നത്. മറ്റൊരു കാരണം ബാറ്ററി ആസ് എ സർവീസ്, അതായത് ബാറ്ററി വാടകയ്ക്ക് എടുക്കുന്ന സ്കീമുകളുള്ള വാഹനങ്ങൾക്കും ഇത് ബാധകമായി. അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് 10% ടാക്സ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വില കുറവുള്ള വാഹനമായ MG കോമറ്റിന് 4,99,000 രൂപയായിരുന്നു. ഇനി ആ വാഹനത്തിൻ്റെ ടാക്സായി തന്നെ 50,000 രൂപ നമ്മൾ നൽകണം. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വാഹനങ്ങൾക്ക് ഇ-വികൾക്ക് വില കൂടി. അതുപോലെ തന്നെ ഇനി സ്കൂട്ടറിൻ്റെ കാര്യം, ആക്റ്റീവ ഇ-വി വരുന്നത് ബാറ്ററി ആസ് എ സർവീസ് എന്ന മോഡലാണോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ വാഹനത്തിന് വില കൂടുമോ എന്നറിയണം. പല കമ്പനികളും ബാറ്ററി റെൻറ്റിന് നൽകുന്ന സ്കീമിലാണ് വാഹനങ്ങൾ ഇറക്കാൻ സാധ്യത. ചെറിയ വിലയുള്ള വാഹനങ്ങൾ, അതായത് 10 ലക്ഷത്തിൽ താഴെയുള്ള സാധാരണക്കാർക്ക് പറ്റിയ വാഹനങ്ങൾ ബാറ്ററി ആസ് എ സർവീസ് എന്ന സ്കീമിൽ ഇറക്കാനായിരുന്നു സാധ്യത. ഇനി ആ വാഹനത്തിനും ടോട്ടൽ വില കൂടും. അപ്പോൾ EMI എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ചെറിയ വർധനവ് പോലും ലോൺ സെക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ വർധനവായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇ-വി എടുക്കുന്ന വ്യക്തികൾ ഒന്നുകൂടി ആലോചിച്ച ശേഷമായിരിക്കും എടുക്കുക. എന്തായാലും വാഹനത്തിന് വില കുറയട്ടെ, അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചറുകളും കൂടുതൽ ലൈഫുമുള്ള വാഹനങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കാം. ഓക്കെ, താങ്ക് യു.